ഈ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതിന് ശേഷം നമ്മുടെ ചാർട്ടേഡ് കേരള എന്ന 15,000-ലധികം മെമ്പേഴ്സ് ഉള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. അപ്പോൾ തുടങ്ങിയതാണ് ഒരുപാട് പേര് മെസ്സേജ്, ഇതെന്താണ് സംഭവം, ഇത് ഇനി ഇഗ്നോ വാലിഡ് അല്ലേ, ഇനി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവൽ വേണോ, ഒരുപാട് സംശയങ്ങൾ, അതും റിപ്പീറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ. ഇത് ആക്ച്വലി സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഇഗ്നോ ഡിഗ്രി നോട്ട് റിക്വയർഡ് ടു ഹാവ് എ ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് ഫ്രം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി കേരള ഹൈക്കോർട്ട്. വളരെ സിമ്പിൾ അല്ലേ? അതായത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഒരു ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഇനി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നുള്ളത്. ആക്ച്വലി ഇതൊരു പുതിയ സംഭവമല്ല, ഇത് ആൾറെഡി ഈ ഒരു റൂൾ നിലവിലുള്ളതാണ്. ഇനി ഈ ഒരു വിധിക്ക് ആസ്പദമായ സംഭവം എന്താണെന്ന് പറയാം. ഒരു സ്റ്റുഡന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേഷൻ എടുത്തു. ആ സ്റ്റുഡന്റ് ഇഗ്നോയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷനും കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഈ ഒരു സ്റ്റുഡന്റ് സെറ്റ് എക്സാം എഴുതാൻ പോവാണ്. ഈ സെറ്റ് എക്സാമിന്റെ രജിസ്ട്രേഷൻ സമയത്ത് LBA സെന്റർ എന്ത് പറഞ്ഞു, നിങ്ങൾ ഇഗ്നോയിൽ നിന്നാണ് ഗ്രാജുവേഷൻ എടുത്തത് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തത്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെറ്റ് എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് അപ്പിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരള സ്റ്റേറ്റിന്റെ അണ്ടറിലുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ ഇക്വലന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ടതാണ്. ആക്ച്വലി UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന് ഇങ്ങനെ ഒരു റിക്വയർമെന്റ് ഇല്ല. പക്ഷേ ചില യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ സ്റ്റേറ്റിന്റെ ചില യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനൊക്കെ അവരുടെ അടുത്ത് നിന്നും എടുത്ത ഗ്രാജുവേഷന് ഇപ്പൊ കേരളത്തിന്റെ PSC എഴുതുകയാണെങ്കിൽ അവർ അപ്രൂവ് ചെയ്യില്ല. അപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കേരള സ്റ്റേറ്റിന്റെ അണ്ടറിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. പക്ഷേ ആ ഒരു വ്യവസ്ഥ ഒരിക്കലും UGC അപ്രൂവ്ഡ് ആയ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിന് ഇല്ല. ഇഗ്നോ ആണെങ്കിലോ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി ആണ്. അപ്പോൾ ഈ സ്റ്റുഡന്റ് എന്ത് ചെയ്തു, കേരള ഹൈക്കോടതി പോയി. കോടതി വളരെ സിമ്പിൾ ആയിട്ടാണ് അതിന് റിപ്ലൈ കൊടുത്തത്. UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഓരോ സ്റ്റേറ്റും അപ്രൂവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിന്റെ കയ്യിൽ നിന്നും ഇക്വലൻസി എടുക്കാൻ തുടങ്ങിയാൽ അത് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ അവസാനമായിരിക്കും. സോ ഈ ഒരു പോസ്റ്റിനായിട്ട് ആരും ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ആൾറെഡി ഉണ്ടായിരുന്ന സംഭവമാണ്. കോടതി ജസ്റ്റ് ഇതിനെ പറ്റി ഒന്ന് ക്ലാരിഫൈ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ 15,000-ലധികം മെമ്പേഴ്സ് ഉള്ള നമ്മുടെ ചാർട്ടേഡ് കേരള എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഇൻസ്റ്റാഗ്രാം പേജാണിത്. ഇതുപോലുള്ള ജസ്റ്റ് ഇൻഫോർമേറ്റീവ് ആയ കണ്ടന്റ്സ് നമ്മൾ ഇതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. പ്ലീസ് ഫോളോ ദിസ് പേജ്. താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ ഫൈസ് മുഹമ്മദ്.